ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇപ്പം ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 2 മണിയാവാനായി. ഞാനിവിടെ നിന്നൊരു 2:30-3 മണിയെല്ലാകുമ്പോൾ ഇറങ്ങും. നമ്മൾ ഹംപിക്കാണ് പോകുന്നത്. ഹംപി, ചിത്രദുർഗ, ബാദാമി അങ്ങനത്തെ കുറച്ച് ഏരിയാസിലേക്കാണ് പോകുന്നത്. അപ്പം കൂടെ ആരെങ്കിലും എങ്ങനെയാണ് വിശേഷിക്കുന്നതെന്നൊക്കെ ഞാൻ വഴിയെ വീഡിയോയിൽ പറയാം. അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ടൂറിൻ്റെ ട്രിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗായിരിക്കും. അപ്പം ഞാൻ ഏകദേശം റെഡിയായി. ചൂടാണ്, പക്ഷേ ഇത് വലിയ ചൂട് അറിയുന്നില്ല, ഇപ്പം അറിയുന്നില്ല. പിന്നെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചൂട് ഫീൽ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ ചൂട് ഫീൽ ചെയ്താൽ ഞാൻ ഈ സാധനം മാറ്റും. അങ്ങനെയാണ് ഇപ്പം എൻ്റെ നിലവിലുള്ള പ്ലാൻ. ചിലപ്പോൾ കാറ്റിലടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇതിലെടുത്ത് മുഖത്ത് ഇടാതെ വെച്ചിട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ ലൂസിന് ഇപ്പോൾ റെഡിയാക്കണം അത്രേ. അനിയൻ വരും കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇളയമേലെ അടുത്തേക്കാണ് പോകുന്നത്. ആടുന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ബസ് വന്നു. 2 ബസ് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബസ്സിലുള്ളവരെല്ലാവരും ഒന്നും ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. പക്ഷെ കൂടുതലും ഞങ്ങളെ റിലേറ്റീവ്സ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലോ, കൂടുതലും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. ആദ്യം ഒരു ചമ്മലുണ്ടായിന്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല സെറ്റായി. ഭയങ്കര ഡാൻസും പാട്ടും ബഹളം എല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കയ്യിലെടുത്താണ്, രാത്രിയത്തെ ഫുഡ്. നമുക്ക് ഷെഫ് ഉണ്ട് കേട്ടോ, നാളെയും മറ്റന്നാളൊക്കെ. അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി നമ്മൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിന്. അപ്പോൾ ഭക്ഷണം കഴിച്ചു, ടോയ്ലറ്റെല്ലാം പോയി. നമ്മളിപ്പോൾ ഇവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഞാനല്ലേ ഇവിടെ നമ്മുടെ കുഞ്ഞിലുണ്ട് ഗൈസ്, കുഞ്ഞിലാ. ഹായ് പറയും മോളെ. ഹായ്. ഇതാ നമ്മൾ ഇവിടെ ടൂർ പോകുന്ന ഹംപി പറയും. ഹംപി പറയും. ടാറ്റ പറയും. ബൈ ബൈ. ബൈ ബൈ. ലീസി ബൈ ബൈ പറയും. See you. അപ്പം ഇനി ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ലൂസിനെ പിടിച്ച് ഉറക്കാൻ കുറച്ച് പണി വിട്ടു ആദ്യം. കാരണം ലൈറ്റും ബഹളമെല്ലാം ആയിട്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി, പിന്നെ ഞാനും കിടന്നുറങ്ങി. ഈ ഒരു ഡ്രസ്സ് ഇട്ട് എന്തുകൊണ്ട് നന്നായി തോന്നുന്നുണ്ട്. കാരണം ഒരു പുലർച്ചയിലായപ്പോൾ ഒടുക്കത്തെ തണുപ്പായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സിലുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ലൂസിനെ ഞാനിങ്ങനെ ഫുൾ കവർ ചെയ്തിട്ടെല്ലാം ഉറക്കിന്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചിട്ട്. ചായ കുടിച്ചു, പിന്നെ റെഡി ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഏതാണ് സ്ഥലം എന്നുള്ളതെല്ലാം ഞാൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സാധനം മറന്നുപോയി. അപ്പോൾ റൂമിലേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നപ്പോൾ ലിഫ്റ്റിലാണുള്ളത്. അപ്പം അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടോ. ഞങ്ങൾക്ക് ഷെഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ്. പിന്നെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടില്ല, പിള്ളേരിലുകൊണ്ട് അത് നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഒന്നിച്ചില്ല കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കെല്ലാം അങ്ങനെയല്ലേ നല്ലത്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അത്. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഓരോരോ സ്പോട്ട് കവർ ചെയ്യാനുള്ള യാത്രയിലാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഹംപിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹംപി അതെ, ബോർഡുണ്ട്. ഹലോ ഗൈസ്, നട്ടപ്പൊട്ട വെയിലത്ത് കൊടയും പിടിച്ച് ഹംപി കാണാൻ വന്ന ഒരു കൂട്ടം വാമനന്മാർ. വാമൻ എന്തിനു പറയല്? വാനരൻ. ചോട്ടാ വാനരൻ. ഒരു ഫോട്ടോ എന്താ അമ്മച്ചോ? ആന. ആന. എന്തിയത്? എന്തിയാണ്?
പറയണോ അല്ലേ? ആനയുണ്ട്, ആന. നിങ്ങളെ തൊപ്പി മറിച്ചിട്ട് നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എന്തൊന്നും ആക്കുന്നതെന്ന് കാണുന്നില്ല. ഇതെൻ്റെ നൊസ്റ്റു സാധനമാണ് ഗൈസ്. ഞാൻ പണ്ട് സേലം പോകുമ്പോൾ മരത്ത് നിന്ന് കയറി പറിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഇത് ഫോക്കസ് ആവുന്നില്ലല്ലോ. ഈ സാധനം ചമ്പാച്ചിനെ കണ്ടോ? അവിടെ നോക്ക ആരെയാണ് എമ്മേ പിടിക്കൂ. അങ്ങ് പോയിക്കൂടാ. മതി മതി, ജസ്റ്റ് കഴുകിയിട്ട് വാ. ഇത് മതി, വാ വാ. എമ്മേ അത് പാമ്പ് കരുതേ. കൈയില്ല, കാല് കൈകില്ല യൂസ്. തമ്പാച്ചീനെ കണ്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടുണ്ട്. ഭയങ്കര ദാഹമാണ്, കാരണം ഒരുപാട് നടക്കാനില്ലേ. അതുകൊണ്ട് നല്ല ദാഹമുണ്ട്. അവിടെ നിന്ന് കരിക്ക് കിടന്നു. ഇപ്പോൾ കരിമ്പ് ഇത് മതി. ഇത് കുടിക്കുന്ന സ്ഥലം. കൂടെ ബസ്സിൽ പോ. ഇത് മ്യൂസിക് ടെമ്പിൾ അല്ലേ? ടാറ്റ പറയാം അൻഷു. അൻഷു ടാറ്റ പറയും. എവിടെ പോകുന്ന പറയും. മ്യൂസിക് ടെമ്പിൾ. ഓക്കെ ബൈ. അപ്പൊ ആ വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി നമ്മളെ പിക്ക് ചെയ്യാൻ വരും. ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടോ? നമ്മൾ ആനന്ദ സിനിമയിൽ ആ സോങ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. എല്ലാം കല്ലിൽ തന്നെ തീർത്ത ശില്പങ്ങൾ. തൊട്ടുവിടാം, തൊടാൻ പാടില്ല എന്നാ പറഞ്ഞത്. എല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ശിവ, ഇതാ ശിവലിംഗം. ഏത് ആ ചിലപ്പോൾ അങ്ങനെ തന്നെ അല്ലല്ലോ ഈ പറയാ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗാലറി 2-ലേക്കാണ്. AC ഉണ്ട്, അതുകൊണ്ടൊരു സമാനം. നല്ല ലൈറ്റിംഗ് ഉണ്ട്. ഗാലറി 4-ലേക്ക് എത്തി. ഇത് ഇങ്ങോട്ട് പോകാം. ഇത് തന്നെ ഉണ്ടല്ലോ കാണാം. ഡോർസ് അമ്പീരെ സ്റ്റിൽ മോഡൽ. ഇത് ഇങ്ങനെ എടുത്താൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ ലാസ്റ്റ് സ്പോട്ടാണ് ഇന്നത്തെ ദിവസത്തെ. തുംഗഭദ്ര ഡാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് കുറിച്ച് എന്താ
സിന്ധു ഹലോ. ഇവിടെ ഇപ്പൊ ക്ലിയർ ഉണ്ട്. ഇവിടെ ഇരിക്കാ. വീഡിയോ അപ്പം ഈ ഒരു ഡാം ആയിരുന്നു കേട്ടോ നമ്മളെ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ ഡാൻസ് എല്ലാം കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഡാം നല്ല നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. പിന്നെ ഇവിടെ ക്ലൈമറ്റ് പറഞ്ഞാൽ ചൂടാണ്, പക്ഷെ ചൂട് നമ്മളെ നാട്ടിലത്തെ പോലെ ഫീൽ ചെയ്യുന്നില്ല. ഒരു തണുപ്പുണ്ട്. അതുകൊണ്ട് ക്ലൈമറ്റ് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്. ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞങ്ങള് താഴേക്ക് പോവാണ്. നമ്മളെ നേരെ ഓപ്പോസിറ്റ് ആണ് റൂമിയുടെ ലീവ്സ് ഉണ്ട്. ഹായ് ഹായ്. നമ്മൾ റൂമിലേക്ക് പോയി കിടന്നുറങ്ങാൻ പോകണം. നാളെ രാവിലെ 6 മണിക്ക് ഇരുന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എനിക്കോ അറിയില്ല. അപ്പോൾ ശരി ചാച്ചാ.